ഇന്ന് ലോക ഹൃദയദിനം. രോഗികൾ ജാഗ്രത. സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത്. കേരളത്തിലും വളരെ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാത്ത് ലാബുകളുള്ളത്, കാർഡിയോളജി കേന്ദ്രങ്ങളുള്ളത് കേരളത്തിലാണ്. അതിനർത്ഥം ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളതും ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റിയും സർജറിയും കാർഡിയോളജി റിലേറ്റഡ് ആയ മരുന്നുകളും കൺസ്യൂമബിൾസും ഡിവൈസുകളും വിൽക്കപ്പെടുന്നതും ഈ കേരളത്തിലാണ്. 100% സാക്ഷരത കൈവരിച്ച, ആരോഗ്യകാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരം കൈവരിച്ച എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഹൃദ്രോഗികളുടെ കാര്യത്തിലും ഹൃദ്രോഗം ബാധിച്ചുള്ള മരണത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ഓരോ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലും നിങ്ങൾക്ക് നോക്കിയാൽ കാത്ത് ലാബുള്ള ആശുപത്രികൾ കാണാം. അത്രത്തോളം കാത്ത് ലാബുകളും കാർഡിയോളജി കേന്ദ്രങ്ങളും ഇന്ന് ഇവിടെയുണ്ട്. ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായി പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജിയാണ്. ഒരു ആശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെന്റുകളും നഷ്ടമുണ്ടാക്കുമ്പോൾ ആ ആശുപത്രിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ഏറ്റവും ലാഭകരമായ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ഈ ഒരു വിഭാഗം മാത്രം റൺ ചെയ്താലും കോടികളുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. ഇപ്രകാരം ആരോഗ്യരംഗത്ത് നമ്മൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഹൃദ്രോഗികൾ കൂടുന്നതും കാർഡിയോളജി കേന്ദ്രങ്ങൾ കൂടുന്നതും കാത്ത് ലാബുകൾ കൂടുന്നതും ഇതുമായി ബന്ധപ്പെട്ട മരുന്നുകളുടെ വിപണനം കോടികൾ എല്ലാ വർഷവും വർദ്ധിക്കുന്നതും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോക ഹൃദയദിനത്തിലെങ്കിലും നാം അത് ചിന്തിക്കണം. പക്ഷേ ലോക ഹൃദയദിനത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. ഇന്ന് ആഘോഷിക്കുന്നത് ഇവിടുത്തെ സ്റ്റെന്റ് കമ്പനികളുടെയും കാത്ത് ലാബുകളുടെയും മരുന്ന് കമ്പനികളുടെയും കാശുകൊണ്ടാണ്. ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളും നിങ്ങൾ നോക്കുക. മലയാളം പത്രങ്ങളായിക്കോട്ടെ, ഇംഗ്ലീഷ് പത്രങ്ങളായിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, ഓരോ പ്രമുഖ ആശുപത്രികളെക്കുറിച്ച് ഫുൾ പേജ്, ഹാഫ് പേജ്, ക്വാർട്ടർ പേജ് അഡ്വർടൈസ്മെന്റുകളും അവരെക്കുറിച്ചുള്ള റൈറ്റപ്പുകളുമാണ് ഇന്ന് പത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റെന്റ് കമ്പനികളും മരുന്ന് കമ്പനികളും ഡിവൈസ് കമ്പനികളുമാണ്. ഇവരാണ് കോടിക്കണക്കിന് രൂപ ഈ ലോക ഹൃദയദിനത്തിൽ പമ്പ് ചെയ്യുന്നത്. ഒരേ ഒരു കണ്ടീഷനോടെ, ആ ആശുപത്രിക്ക് പരസ്യത്തിനായും ഇന്ന് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകൾക്കായും അതുപോലെ ഇന്ന് നടത്തുന്ന കൂട്ടയോട്ടം, റാലി, ബലൂൺ പറപ്പിക്കൽ, തലകുത്തി നിൽക്കൽ, അങ്ങനെ വിവിധ കലാപരിപാടികൾ ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. സംസ്ഥാനത്തല്ല, ഇന്ത്യയിലുടനീളമല്ല, ലോകത്ത് ഉടനീളം. കേരളത്തിൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും ലോക ഹൃദയ ദിന ആഘോഷം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യമൊക്കെ ഇതിനെക്കുറിച്ച് അവബോധം നൽകുക. ഇതിൻ്റെ ഇപ്പോൾ 25ാം വാർഷികമാണെന്നാണ് പറയുന്നത് ഈ വർഷത്തെ എല്ലാ വർഷവും ഓരോ സ്ലോഗനും ഉണ്ടാവും. ഇത്തവണത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത് എന്നാണ്. വളരെ നല്ല കാര്യം. ഈ സ്പന്ദനം നിലയ്ക്കാതിരിക്കുവാൻ എന്ത് ചെയ്യണം നാം ഓരോരുത്തരും എന്നാണ് ഈ ലോക ഹൃദയദിനത്തിൽ നാം ചിന്തിക്കേണ്ടുന്നത്. ഒരു സ്പന്ദനവും നിലയ്ക്കരുത്. നിലയ്ക്കാതിരിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ഇവർ പറയുന്നത് സ്പന്ദനം നിലയ്ക്കാതിരിക്കണമെങ്കിൽ ആശുപത്രിയിൽ കൃത്യമായിട്ട് നിങ്ങൾ വരണം, നിങ്ങൾ ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈസ് വെക്കണം, അതെല്ലാം വെച്ച് കൃത്യമായി മരുന്നുകൾ കഴിക്കണം. അപ്രകാരമാണെങ്കിൽ സ്പന്ദനവും നിൽക്കത്തില്ല, ഞങ്ങളുടെ ആശുപത്രിയുടെ സ്പന്ദനവും നിൽക്കത്തില്ല, നല്ല ലാഭകരമായ കാര്യങ്ങളെല്ലാം ഓടും എന്നാണ് ഇവർ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനസ്സിലാക്കുക, ഇത്തരം ദിനാചരണങ്ങൾ നല്ലതാണ് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന്. ഒരു വർഷം ശരാശരി 2 കോടിയിലധികം ആളുകൾ ഈ ഹൃദയാഘാതം വന്ന് മരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത്രത്തോളം മെഡിക്കൽ സയൻസ് വികസിച്ചു, മരുന്നുകളുണ്ട്, കാത്ത് ലാബുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഓർക്കണം, പ്രതിവർഷം 2 കോടിയിലധികം ആളുകൾ പ്രതിവർഷം ഹൃദയാഘാതം വന്ന് മരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ആശുപത്രികളിൽ എത്തുന്ന നല്ലൊരു ശതമാനം ആളുകളും നമ്മൾ അതുവരെ ഒന്നും ശ്രദ്ധിക്കാതെ ആശുപത്രിയിലേക്ക് ഒരു ഹൃദയാഘാതം കൊണ്ട് എത്തുന്ന ആൾ, ഗോൾഡൻ അവർ എന്ന് പറയും, ആ 1 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ എത്തിച്ച് നല്ല ശതമാനം ആളുകളും ഒന്നെങ്കിൽ
ഇത് ഹൃദയാഘാതമാണെന്ന് ആരും അറിയാതെ തന്നെ വീട്ടിൽ വെച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരിക്കുന്നു. ആശുപത്രിയിൽ എത്തിയിട്ടും ഇത് ഹൃദയാഘാതമാണെന്ന് തിരിച്ചറിയാതെ ആ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി ആളുകൾ മരിക്കുന്നു. ഇതിനെല്ലാം സാധ്യതയുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും പലപ്പോഴും ഈ കതിരിൽ വളം വെച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ ഹൃദയാഘാതം വന്ന് ഹൃദയം തകർന്ന് ഹൃദയം നിശ്ചലമായി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ സർജറിയോ ഒക്കെ ചെയ്ത് ലൈഫ് സേവിങ് മെഷേഴ്സ് എടുത്ത് ലക്ഷങ്ങൾ മുടക്കി ഈ നമ്മുടെ പണം ഒക്കെ നഷ്ടപ്പെടുത്തി അതിൻ്റെ കുറച്ചു പേർ രക്ഷപ്പെടും, കുറച്ചു പേർ മരണമടയും. ലോക ഹൃദയ ദിനത്തിൽ നാം ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നാം എന്ത് ചെയ്യണം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള പരിപാടികളും ഈ ഡോക്ടർമാർ വന്നും പല ജാർഗൺസ് പറയും. ഇവർ ആളുകളെ ഒന്ന് പേടിപ്പിച്ചിട്ട് മെഡിക്കൽ ക്യാമ്പ് അങ്ങ് ആരംഭിക്കും. ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ആ മെഡിക്കൽ ക്യാമ്പിൽ പോകുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ഇപ്രകാരം ഒരു ദിനം നടത്തി നിങ്ങളെ ഭയപ്പെടുത്തി ആശുപത്രികളിലേക്ക് പരിശോധനയ്ക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത് ഇത് വലിയൊരു കൊയ്ത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, മലയാള മനോരമയിലും മറ്റ് പത്രങ്ങളിലും ഹാഫ് പേജ് പരസ്യം നൽകി ഇതിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു എന്നും പറഞ്ഞ് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ഒരു 1000-1500 പേരെ ഈ ക്യാമ്പിലേക്ക് എത്തിക്കുന്നെന്ന് വിചാരിക്കുക. ആ 1500 മെഡിക്കൽ ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ സൗജന്യമാണ് എന്ന് പറയുന്നു. എന്താണ്? രജിസ്ട്രേഷൻ സൗജന്യം, പരിശോധന സൗജന്യം, പിന്നെ എല്ലാത്തിനും 20% ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നു. ഇതിനകത്ത് നിങ്ങൾ ഓർക്കുക, ഇതിനകത്ത് ഇന്ന് ഈ 1500 പേരിൽ നിന്ന് ബാക്കിയെല്ലാം ഫ്രീ ആക്കി കൊടുത്തു കഴിഞ്ഞാലും ഒരു ആൻജിയോഗ്രാമും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞാലും അതിലൊരു 100 ആൻജിയോഗ്രാം നടക്കുക എന്ന് നോക്കുക. 100 ആൻജിയോഗ്രാം ഇൻറ്റു 20,000, അതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളും എല്ലാം കൂടെ കൂട്ടി ഒരു ആവറേജ് 20,000 രൂപ ഇടുക, എത്ര ലക്ഷമായി? അതുപോലെ എക്കോ, TMT, മറ്റ് ടെസ്റ്റുകൾ എല്ലാം എന്ന് പറഞ്ഞ് അതും ഒരു 250 പേർ ചെയ്ത് നോക്കുക. അതിൽ നിന്നും എത്ര ലക്ഷം രൂപ കിട്ടി? ഇതിൽ നിന്നും ഒരു 50 പേർ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയിലേക്ക് മാറി എന്ന് നോക്കുക. ഓൺ ആൻ ആവറേജ് ഒരു 5 ലക്ഷം രൂപ കൂട്ടുക, എത്ര ലക്ഷമായി? അന്നേരം ഈ ഒറ്റ ദിനത്തിൻ്റെ തന്നെ കൊയ്ത്തെന്ന് പറയുന്നത് കോടികളാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. അന്നേരം ഇത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യിക്കുന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർക്ക് ഇന്നൊരു പുതിയ പേഷ്യൻറ്റിനെ കിട്ടുകയാണ്, ഒരു പുതിയ അക്കൗണ്ട് തുറക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആശുപത്രിയിൽ പോകുന്നു, എനിക്കൊരു ചെറിയ നെഞ്ചിനൊരു വേദന പോലെയും ഒരു ശ്വാസം മുട്ട് പോലെയൊക്കെ തോന്നി സംശയപരമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും പറയുന്നു നിങ്ങൾക്ക് കൊളസ്ട്രോൾ വളരെ ഹൈ ആണ്, നിങ്ങൾ റിസ്കിലാണ്, ഒരു കാര്യം ചെയ്യും, അടുത്ത ദിവസം വാന്ന് പറഞ്ഞ് എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നടത്തുന്നു. എന്നിട്ട് പറയുന്നു പിന്നെ കാർഡിയോളജിയിൽ റെഗുലർ ചെക്കപ്പിന് എല്ലാ മാസം വരണമെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ മരുന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ എൻ്റെ മരണം വരെ ഞാനൊരു കാർഡിയോളജിസ്റ്റിൻ്റെ കീഴിലെ ഒരു പേഷ്യൻ്റായി മാറുകയാണ്. അങ്ങനെ ഓരോ കാർഡിയോളജിസ്റ്റുകളുടെ കീഴിലും പുതിയ അക്കൗണ്ട് തുറക്കുവാനുള്ള ദിവസമാണിന്ന്. നിങ്ങളെ മരുന്ന് തീപ്പിറ്റിച്ച് നിങ്ങളെ ഇതാക്കി അതിനിടയ്ക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ആൻജിയോഗ്രാം ചെയ്യാം, എക്കോ TMT ചെയ്യിക്കാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, അല്ല ബൈപ്പാസ് സർജറി ചെയ്യാം. വീണ്ടും ദിവസം എനിക്ക് 10 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് 10 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരെ അറിയാം. കാരണം ഇന്ന് ആൻജിയോപ്ലാസ്റ്റി ഹൃദയാഘാതം വന്നു, ആശുപത്രി കൊണ്ടുപോയി 2 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു, 2 സ്റ്റന്റ് ഇട്ടു. വീണ്ടും അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും അമിത കൊളസ്ട്രോളും ഒന്നും നോക്കാതെ വ്യായാമവും നോക്കാതെ വീണ്ടും വാരി വലിച്ച് തിന്നുന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഹൃദയാഘാതം വരുന്നു, അന്നേരം പോയി ഒരു സ്റ്റെന്റ് ഇടുന്നു. വീണ്ടും ഇങ്ങനെ പോയി 2-3 വർഷം കഴിയുമ്പോൾ പോയി ഇതുപോലെ ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അന്നേരം ഇതിനർത്ഥം ഇതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ദിനാചരണങ്ങൾ നല്ലതാണ്, നാം ശ്രദ്ധിക്കണം. എന്താണ് നാം ശ്രദ്ധിക്കേണ്ടുന്നത്? ഒരു മരുന്നിനോ ഒരു ആശുപത്രിക്കോ നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഹൃദയാഘാതം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കണം. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റൈലായി നടക്കുക എന്നുള്ളതല്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഒന്ന്, ഭക്ഷണം. നമ്മൾ ധാരാളം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക്സിൽ പോലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നാം കഴിക്കുന്ന 1 കപ്പ് ചോറിൽ എത്ര കലറി ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല.
നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഇൻടേക്കിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, അതിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഫുഡ്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഐഡിയയുമില്ല. വാരി വലിച്ച് കൂന കൂട്ടി ചോറ് അതിൻ്റെ നടുക്ക് കുഴി വെട്ടി തട്ടി തിന്നുന്ന ഒരു സമ്പ്രദായം. 5-6 നേരം അരിയാഹാരങ്ങൾ കഴിക്കുന്ന, പരമാവധി കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൃത്യമായ ഡയറ്റിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ദിവസവും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ദിവസവും എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കുക. പലരും ഓർക്കും ഞാൻ ധാരാളം നടന്നും ഇരുന്നും ഒക്കെ ജോലി ചെയ്യുന്ന, അതുകൊണ്ട് എക്സസൈസിൻ്റെ ആവശ്യമല്ല. റെഗുലറായിട്ട് പ്രിഫറബിളി രാവിലെ തന്നെ വെറും വെയിറ്റിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. നമ്മളുടെ ഡയറ്റ് ക്രമീകരിക്കുക. അതുപോലെ പുകവലി പറ്റുമെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുക. മദ്യപാനം പരമാവധി കുറയ്ക്കുക. ഹെൽത്തി ഡ്രിങ്ക് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സ്ട്രെസ്സ്, ഇത്തരം കാര്യങ്ങളെ, സ്ട്രെസ്സിനെയൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കുവാനും കൺട്രോൾ ചെയ്യാനും പറ്റുക. അതുപോലെ തന്നെ ഡയബറ്റിക് ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ ആ ഡയബറ്റിസിനെ നിയന്ത്രിക്കാൻ പറ്റാവുന്ന, ഷുഗറിനെ നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, കൃത്യമായ മെഡിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്തുക. ഇപ്രകാരമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഈ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങളും കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാൻ സാധിക്കും. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ആശുപത്രികളോ നമ്മുടെ ബന്ധപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളോ ഒന്നും ഒരു സാധാരണക്കാരന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് നൽകുന്നില്ല. മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട്, സൗജന്യം കൊടുക്കാറുണ്ട്, ചികിത്സിക്കാറുണ്ട്, പറഞ്ഞു വിടാറുണ്ട്. ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. കാരണം മുക്കിന് നമ്മൾ നോക്കുക, തട്ടുകടകളും എണ്ണയിൽ റീയൂസ് ചെയ്ത് വറുത്ത് പൊരിച്ച സാധനങ്ങളും എണ്ണ പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഹെവി ഈ ഫാറ്റും കൊളസ്ട്രോളും ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡുകൾ, അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും ആൽക്കഹോളിൻ്റെ കൂടെ തന്നെ ബീഫ് ഫ്രൈ, പന്നി ഇറച്ചി, ഫ്രൈ ചെയ്ത ചിക്കൻ ഐറ്റംസ്, ഇതെല്ലാം മുട്ട, ഇതെല്ലാം വാരി വലിച്ചടിച്ച് യാതൊരു തരത്തിലും നമ്മൾ വരുന്നത് വരട്ടെ എന്നും പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഹൃദയാഘാതം എന്നെ ബാധിക്കത്തില്ല, അടിച്ച് വീണ് കഴിയുമ്പോഴേ നമ്മൾ ബോധവാന്മാരാകുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഹൃദയാഘാതം മൂലം ഓരോ സെക്കൻഡിലും മരിക്കുകയാണെന്ന് നമ്മൾ അറിയാതെ വിലപ്പെട്ട സമയം പാഴാക്കുന്നു. നമുക്കറിയാം, KM ചെറിയാൻ ലോകം കണ്ട വലിയ കാർഡിയാക് സർജനായിരുന്നു. അദ്ദേഹം ഒരു കല്യാണ റിസപ്ഷൻ പരിപാടിക്ക് വൈകുന്നേരം പങ്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്ന് അദ്ദേഹം കൊളാപ്സായി വീണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പ്രഥമരക്ഷ ശുശ്രൂഷ കിട്ടിയില്ല. അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യപ്പെട്ടില്ല. അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. ഒരു ലോകമറിയപ്പെടുന്ന രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചികിത്സിക്കാനിരിക്കുന്ന കാർഡിയോളജിസ്റ്റുകളുടെ കാര്യങ്ങളും എടുക്കുക. ഇവർ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കാർഡിയോളജിസ്റ്റുകളുടെ, നമ്മുടെ സംസ്ഥാനത്തെ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് 50-54 വയസ്സാണ്. കാരണം ഏറ്റവും സെഡൻഡറി ലൈഫ് നയിക്കുന്നതും ഇവരാണ്. കാരണം ലക്ഷങ്ങളും കോടികളും പ്രതിമാസം വരുമാനം കിട്ടുന്നു, ഫുൾ ടൈം പ്രാക്ടീസ്, രോഗി ആശുപത്രി, നല്ല ഹെവി ശാപ്പാട്, എക്സസൈസ് ഇല്ല, നന്നായിട്ട് വീശുന്ന ആളുകൾ ഉണ്ട്. അതല്ലെങ്കിൽ ഇതിനൂടെ തന്നെ മെഡിസിൻസും എടുക്കും, അതോടൊപ്പം തന്നെ മദ്യപാനം. ഡോക്ടർമാരാണെന്ന് ഓർക്കണം. അന്നേരം ഡോക്ടർമാരുടെ അവസ്ഥയും വിഭിന്നമല്ല. ലോക ഹൃദയ ദിനത്തിൽ ആ ദിന ആചരണം, അതിൻ്റെ നല്ല വശങ്ങളെ നമുക്ക് എടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയത്തെ പൊന്നുപോലെ നോക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ എഞ്ചിനാണ്. ആ എഞ്ചിൻ നിന്നു പോകാതെ അതിനൊരു ആരോഗ്യത്തോടെ എന്ന് പറഞ്ഞാൽ, നമ്മളറിയാം വണ്ടിയാണെങ്കിൽ പോലും പ്രോപ്പർ മെയിൻ്റനൻസ്, ഓരോ ഇത്ര ലക്ഷം ഇത്രായിരം കിലോമീറ്റർ പോകുമ്പം പ്രോപ്പർ സർവീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് ഒരു പ്രത്യേക കെയറും പരിരക്ഷയും ആവശ്യമാണ്. അതിനെ ശ്രദ്ധിക്കണം. അതിനെ ശ്രദ്ധിച്ചാൽ അത് നമ്മളെ ശ്രദ്ധിക്കും എന്ന സിമ്പിളായിട്ടുള്ള ആ സാരാംശം നമ്മൾ മനസ്സിലാക്കുക. കൃത്യമായും ഇന്നു മുതൽ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്, കൃത്യമായ എക്സസൈസ് 1/2 മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ എല്ലാ ദിവസവും, ആഴ്ചയിൽ മിനിമം 6 ദിവസമെങ്കിലും, ഒരു ദിവസം റെസ്റ്റ് എടുക്കുക, 6 ദിവസം കൃത്യമായിട്ട് എക്സസൈസ്. അതുപോലെ തന്നെ പരമാവധി കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള ഭക്ഷണം,
ഡയറ്റ് കൃത്യമായിട്ട് എടുക്കുക. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അത്താഴം നമുക്കൊരു 7-7:30 കൃത്യമായി കഴിക്കുകയും അതിനുശേഷം ഭക്ഷണം ഒന്നും കഴിക്കാതെ പൂർണ്ണമായിട്ടും ഫാസ്റ്റിങ്ങിലേക്ക് പോയാൽ നിങ്ങളുടെ പല മെഡിസിൻസും ഡ്രാസ്റ്റിക്കായിട്ട് കുറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ, പുകവലി പാടെ ഉപേക്ഷിക്കുക, മദ്യപാനം വളരെയേറെ നിയന്ത്രിക്കുക, ഉപേക്ഷിക്കാൻ പറ്റിയാൽ വളരെയേറെ നല്ലത്. ഇപ്രകാരം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്ത് സ്ട്രെസ്സ് കുറച്ച് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് പൊന്നുപോലെ സംരക്ഷിക്കാം. ഇതിനെ ഒന്നും പേടിക്കേണ്ട. ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങൾ ആശുപത്രികളുടെയും സ്റ്റെൻറ്റ് കമ്പനികളുടെയും മരുന്ന് കമ്പനികളുടെയും കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.